ചേട്ടാ, അപ്പോൾ പി ദിവ്യ ഒരു ചെറിയ മീനല്ല എന്നുള്ളത് വീണ്ടും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് പി ദിവ്യ നമ്മൾ നവീൻ ബാബു സാറിൻ്റെ മരണം മുതൽ ഇങ്ങോട്ട് പല CPM നേതാക്കളുടെയും ബിനാമി ഇടപാടുകളും ഭൂമാഫിയ ബന്ധങ്ങളും ഒക്കെ നമ്മൾ ചർച്ചയാക്കിയതാണ്. ഇപ്പോൾ അവസാനമായിട്ട് പി ദിവ്യ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള ഭൂമാഫിയ അതുപോലെയുള്ള ഇടപാടുകളുടെ വിവരങ്ങൾ നമ്മുടെ KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള മുഹമ്മദ് ഷമാസ് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നടത്തിയ കുറേ തട്ടിപ്പുകളുടെയും വെട്ടിപ്പുകളുടെയൊക്കെ കുറച്ച് രേഖകളടക്കമാണ് മുഹമ്മദ് ഷമാസ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിനെതിരെ ദിവ്യ ഒരു ചെറിയ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുണ്ട്. കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ വെല്ലുവിളിയുണ്ട്. അതെ, അപ്പോൾ കേസ് കൊടുക്കുന്ന വെല്ലുവിളിക്ക് പകരം കേസ് കൊടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ആലോചിക്കാം. എന്തായാലും പി ദിവ്യ ചെറിയൊരു മീനല്ല എന്ന് വീണ്ടും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ നവീൻ ബാബുവിനെ മരണത്തിലേക്ക് നയിച്ച പല കാര്യങ്ങളും കൂടുതൽ സ്പഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അല്ല, കൂടുതൽ കുറച്ചും കൂടെ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ ഇപ്പോഴത്തെ പോക്ക് എന്നുള്ളത്. നമ്മുടെ ഇപ്പം എനിക്ക് തോന്നുന്നു ദിവ്യയുടെ നാട്ടുകാരനും അടുത്ത സുഹൃത്തുമാണ് മുഹമ്മദ്, എന്താ പേരാളുടെ, മുഹമ്മദ് ആസിഫ്. യെസ്, മുഹമ്മദ് ആസിഫ് ആണ് ഈ പറയുന്ന പ്രത്യേക ബിനാമി കമ്പനിയുടെ MD എന്ന് പറയുന്നത്. ഒരാളാണ്. അയാൾക്ക് CPM ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ജോയിന്റ് പാർട്ണർ. അതെ, അതിന്റെ കാർട്ടൺസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നതാണ് ഈ കമ്പനി, ഈ ബിനാമി കമ്പനി എന്ന് പറയുന്നത്. അതിന്റെ പാർട്ണർ മുഹമ്മദ് ആസിഫിനൊപ്പം ഉള്ളത് ദിവ്യയുടെ ഹസ്ബൻഡ് അജിത്ത്, അദ്ദേഹമാണ് അപ്പൊ ഉള്ളത്. അപ്പൊ ഇവര് രണ്ടുപേരും കൂടിയിട്ടുള്ള അത് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇതിന്റെ പ്രത്യക്ഷത്തിൽ കണ്ടിരിക്കുന്നത് ഇവര് രണ്ടുപേരെയാണ്. അപ്പൊ അതിന്റെ റിപ്പോർട്ട്സും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പൊ മുഹമ്മദ് ഷമാസ് പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിനെ പറ്റിയിട്ട് ഇപ്പൊ എന്താണ് ചേട്ടന് പറയാനുള്ളത്? അല്ല, ഇതില് നമ്മള് പിന്നെ ഇപ്പൊ ഐശ്വര്യ പറഞ്ഞു അവർ ചെറിയ മീനല്ല എന്ന് പറഞ്ഞു. പി ദിവ്യ എന്ന നേതാവ് ശരിക്കും ഈ കേസ് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ ADMന്റെ പക്കൽ ആറളം ഫാം മുതൽ CPMന്റെ നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞു, CPMന് എന്തുകൊണ്ട് CPM CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞു എന്നതിൻ്റെ തെളിവാണ് ഷമാസ് ഇന്നിപ്പോൾ ഈ പറയുന്ന പി ദിവ്യയുടെ അനധികൃത ഭൂമി ഇടപാട് ഉൾപ്പെടെയുള്ള അവരുടെ കമ്പനിയെക്കുറിച്ചുള്ള ഒക്കെ വിവരങ്ങൾ വരുന്നത്. അതായത് അദ്ദേഹം മരണപ്പെടുന്ന സമയം മുതൽ തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന് ചില വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ വന്നു. അന്ന് ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നിയോഗിച്ച SIT എന്ന തട്ടിപ്പ് അന്വേഷണ സംഘം അന്വേഷിച്ച് കൊടുത്ത റിപ്പോർട്ടും നമ്മൾ ഈ നാട് ഉറ്റുനോക്കിയിരുന്ന കൗസർ ഇടപ്പകത്ത് എന്ന ജഡ്ജിയുടെ വിധിയും ഒക്കെ നമ്മളെ ആകെ അമ്പരപ്പിച്ചു. കാര്യം ശരിക്കുള്ള സത്യം ഒന്നും ഒക്കെ ആണോ എന്ന് നമുക്ക് സംശയിച്ചു. കോടതി വിധി ആയതുകൊണ്ട് നമ്മൾ അതെല്ലാം ശിരസ വഹിച്ച് കോടതിയുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല. പക്ഷേ അന്ന് മുതൽ തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു പി ദിവ്യ എന്ന അവര് ഈ പറയുന്ന പോലെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നതാണ് അവിടെ. അപ്പോൾ അവർ ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ ഇരുന്നുകൊണ്ട് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയം മുതൽ തന്നെ അവർ അനധികൃതമായി നിരവധി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്നും അവർ മാത്രമല്ല CPMന്റെ സംസ്ഥാന സമിതിയിലെ കണ്ണൂർ ജില്ലയിലെ നേതാക്കൾക്ക് ഈ തട്ടിപ്പിലൊക്കെ തന്നെയും പങ്കുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ഇതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഷമാസ് ഇത് പുറത്തുവിട്ടിരിക്കുന്നതിൽ ആ പയ്യനെ നമുക്ക് അഭിനന്ദിക്കുക തന്നെ വേണം. കാര്യം ഈ പറയുന്ന തെളിവുകളും നവീൻ ബാബുവിൻ്റെ വിധവ മഞ്ജുഷ മാഡത്തിന് തീർച്ചയായിട്ടും ഇനി ഇവർ ഡിവിഷണൽ ബെഞ്ചിലേക്ക് ഈ കേസ് പോകുന്ന അവസരത്തിൽ കോടതിയിലേക്ക് കൊടുക്കാം, അവരുടെ കണ്ണ് തുറക്കട്ടെ എന്ന് നമുക്ക് ധരിക്കാം. കാര്യം ഈ പറയുന്ന പോലെ ഈ നിരവധി ശബ്ദിക്കുന്ന തെളിവുകൾ നവീൻ ബാബുവിൻ്റെ എന്ന ഉദ്യോഗസ്ഥൻ്റെ പക്കൽ ഉണ്ട് എന്ന് CPM അറിയുന്നു. കാര്യം അവർക്കൊപ്പം നടന്ന അവരുടെ ഒരു സഖാവ് തന്നെ ഇത്തരം രേഖകൾ കയ്യിലുണ്ട് എന്ന് നാം അറിയുന്നത്. നവീൻ ബാബു തന്നെ ഈ നേതാക്കളിൽ ചിലരോടൊക്കെ സംസാരിച്ചിരുന്നു. കാര്യം പാർട്ടി കൂറുള്ളൊരു വ്യക്തിയാണ്. പാർട്ടി കൂറുള്ളൊരു വ്യക്തിക്ക് തൻ്റെ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ഈ അപജയങ്ങൾ, ഈ പ്രശ്നങ്ങൾ കണ്ട് അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. കാര്യം കാസർഗോഡ് അദ്ദേഹം കളക്ടറായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഒരുപാട് വിവരങ്ങൾ കിട്ടുന്നത്. കാസർഗോഡ് ഇപ്പോൾ എത്ര തന്നെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഒരു ന്യൂസൻസ് ആയി കഴിയുമ്പോൾ, ഇപ്പോൾ പാർട്ടിയിൽ പിണറായി വിജയൻ സംരക്ഷിക്കുമെന്ന് പറയും, PCC സംരക്ഷിക്കുമെന്ന് പറഞ്ഞാലും ഒരു പരിധി കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെ ഈ പാർട്ടിയിലുള്ളവരാണെങ്കിൽ തന്നെ ഇവർ കൈയൊഴിയും. കാര്യം ഇവർക്കൊക്കെ പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അപ്പോൾ കാസർഗോഡ് ഇരുന്ന് അദ്ദേഹം ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ എല്ലാ എവിഡൻസും വരികയാണ്. കാര്യം അദ്ദേഹം അങ്ങനത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ അദ്ദേഹം അന്വേഷിച്ച് ആ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റുകയായിരുന്നു.
കാര്യം അവിടുത്തെ ഇവർക്കൊരു രണ്ട് പക്ഷം എപ്പോഴും ഉണ്ടല്ലോ. കാര്യം ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും നിൽക്കുന്ന സ്വഭാവം ഉള്ളവരല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ അവരുടെ തന്നെ സഖാക്കള് നിലാവുണ്ടെന്ന് കരുതി വെട്ടി തിന്നുകയാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതിനൊരു അറുതി ഈ ഉദ്യോഗസ്ഥനിലൂടെ നികത്താൻ വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രി കൂടെ ഇടപെട്ട് തന്നെ, റവന്യൂ മന്ത്രി ഇടപെട്ട് തന്നെയാണ് ഇദ്ദേഹത്തെ കാസർഗോഡ് വെച്ചത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അവിടെ നിന്ന് ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങൾ കിട്ടി എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മതി അവിടുത്തെ സേവനം, കണ്ണൂരേക്ക് വരും. കണ്ണൂർ എന്തിനാ കൊണ്ടുവന്ന് അവിടെയും ഇതേപോലെ അപ്പോൾ ഇതെല്ലാം അദ്ദേഹം ശേഖരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. ആ മനുഷ്യന്റെ സത്യസന്ധത കൊണ്ട് ആ മനുഷ്യൻ അവരോട് പറഞ്ഞു. അവരാണ് പിന്നീട് അവർ ഭയപ്പെട്ടു. കാര്യം അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിക്കുകയല്ലേ ചെയ്ത്. അദ്ദേഹത്തിന് യാത്രയപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. യാത്രയപ്പോൾ എനിക്ക് വേണ്ട, ഞാൻ പോവുകയാണെന്ന്. അദ്ദേഹം ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ്. ജീവനും കൊണ്ട് കണ്ണൂരിൽ നിന്ന് അദ്ദേഹത്തെ പോകാൻ സംഭവിച്ചില്ല. അദ്ദേഹത്തോടു കൂടി തന്നെ ആ രഹസ്യങ്ങൾ തീരണമെന്ന് ഇവർ തീരുമാനിച്ചു. അതാണ് കണ്ണൂരത്തെ CPM എന്നല്ല, CPM എന്ന് പറയുന്ന പാർട്ടിയെ അങ്ങനെയാണ്. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ തന്നെ പാർട്ടിക്കകത്തുള്ളൊരു വ്യക്തിയാണെങ്കിൽ എൻ്റെ കയ്യിൽ നിശബ്ദമായി പല തെളിവുകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ തന്നെ അങ്ങ് തീർത്തേക്കും. അത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഉത്ഭവകാലം മുതൽ തന്നെ ഉള്ളതാണ്. P. കൃഷ്ണപിള്ള മരിച്ചിട്ടത് എങ്ങനെ മരിച്ചെന്ന് ഇന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? അഴിക്കോടൻ മരിച്ചിട്ട് അത് എങ്ങനെയാണ് മരണപ്പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? P. കൃഷ്ണപിള്ളയെ പാമ്പ് കടിച്ച് കൊന്നെന്നാണ് പറയുന്നത്. ആ സ്ഥലത്ത് പാമ്പൊന്നും നമ്മുടെ ചരിത്ര ഗവേഷകരും നമ്മളെ ബഹുമാനിക്കുന്ന പണ്ഡിതന്മാരായിട്ടുള്ള പലരും പറഞ്ഞിട്ടുള്ളത് P. കൃഷ്ണപിള്ള മരണപ്പെട്ട ആ സ്ഥലത്ത് അങ്ങനെയുള്ള വിഷജന്തുക്കളൊന്നും ഉണ്ടാവാൻ സാധ്യതയേ ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നിരവധി നിഗൂഢതയുള്ളൊരു പാർട്ടിയാണ് CPM. നിഗൂഢതയുടെ പാർട്ടിയാണ് CPM. പി പി ദിവ്യ എന്ന് പറയുന്നത് ഒരു വലിയ അഴിമതി കൂമ്പാരത്തിന്റെ മുകളിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വലിയ കൂമ്പാരത്തിന്റെ മുകളിൽ അഴിമതിയാകുന്ന നേതാക്കൾ, CPMന്റെ നേതാക്കൾ നടത്തിയ അഴിമതി കൂമ്പാരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു ചെറിയ വസ്തു മാത്രമാണ്. അതിങ്ങനെ നമ്മൾ മാന്തി വരികയോ അല്ലെങ്കിൽ പൊളിച്ചിടുകയോ ചെയ്താൽ ഇവരെല്ലാം അടപടല താഴെ വീണത് കേരള സമൂഹവും ലോകവും അറിയും. അതിലിവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് CBI അന്വേഷണം വേണ്ട എന്ന് പറയുന്നത്. അവിടെ ഒന്നേ ചെയ്യാൻ പറ്റൂ, കേന്ദ്രത്തിനേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഷമാസ് ഈ ഒരു രേഖ പുറത്തു വിട്ടില്ലേ, ഇനിയും നിരവധി രേഖകൾ, ചിലപ്പോൾ PP ദിവ്യയുടെ മാത്രം രേഖകൾ തന്നെ മാത്രമേ ആ പയ്യന് ചിലപ്പോൾ പുറത്തു വിടാൻ കഴിയുള്ളൂ. കാര്യം മറ്റുള്ളവർക്ക് രക്ഷപ്പെടാനായി PP ദിവ്യയുടെ രേഖകൾ മാത്രം അവർ ഈ ആളുടെ അടുത്ത് എത്തിക്കും. മറ്റുള്ളവർ വലിയ ബോംബുകളെ ഇപ്പം ഐശ്വര്യയുടെ ഭാഷയിൽ ഇതിലും വലിയ മീനുകൾ അവിടെ ഉള്ളപ്പോൾ, വമ്പൻ സ്രാവുകൾ ഉള്ളപ്പോൾ ഈ ഒരു ഇടത്തരം മീനിന്റെ കാര്യങ്ങളിൽ നമ്മുടെ കണ്ണിൽ പൊടിയിടും. അതാണ് സംഭവിക്കുന്നത്. എന്തായാലും ഈ സംഭവം പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ നമ്മുടെ PP ദിവ്യ ഇട്ട ആദ്യത്തെ ഒരു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. ഞാനത് ഇന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസിനെതിരെ കേസ് കൊടുക്കും എന്നും പറഞ്ഞിട്ടല്ലേ വന്നിരിക്കുന്നത്. ഷമാസിനെതിരെ കേസ് കൊടുക്കും എന്നും പറഞ്ഞിട്ട് ആള് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതല്ലാണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ഞാൻ കണ്ടു വളർന്ന നേതാവ് ആരാണെന്ന് ഊഹിക്കാമല്ലോ. പിണറായി വിജയൻ്റെ ഫോട്ടോയാണ്. എന്തൊക്കെ ആരോപണങ്ങൾ വരുമ്പോഴും രാഷ്ട്രീയ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും മടിയിൽ കനമില്ലെങ്കിൽ നമ്മൾ ഭയക്കേണ്ടതില്ല എന്ന് പഠിപ്പിച്ച നേതാവ്. കഴിഞ്ഞ 25 വർഷത്തിലധികമായി ഒരു മാധ്യമ പരിലാളനയിലും വളർന്ന നേതാവല്ല സഖാവ് പിണറായി വിജയൻ. അതെ, അത് നമ്മളിപ്പോൾ ലാസ്റ്റ് കണ്ട പാട്ടും BGM ഒക്കെ നമ്മൾ കഴിഞ്ഞതിൽ ചർച്ച ചെയ്തതാണല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ മാധ്യമ പരിലാളനയിലൊന്നും വീഴുന്ന ആളല്ല എന്ന് നമുക്കതുകൊണ്ട് ഉറപ്പായി. മാധ്യമങ്ങൾ പരിലാളിച്ചില്ലെങ്കിലും അവിടെ പരിലാളിക്കാൻ ചിത്രസേന പോലെയുള്ള ആൾക്കാരുണ്ടല്ലോ, കുഴപ്പമില്ല. അതെ, എൻ്റെ പാഠപുസ്തകത്തിലെ ഹീറോ, ദിവ്യയുടെ പാഠപുസ്തകത്തിലെ ഹീറോയാണ് പിണറായി വിജയൻ. അഴിമതിയെക്കുറിച്ച് മാത്രം സ്വപ്നം കണ്ട് നടക്കുന്നവർക്ക് കാണുന്നതെല്ലാം അതുതന്നെ എന്ന് തോന്നുന്നത് സ്വാഭാവികം. അലക്കി തേച്ച വെള്ള വസ്ത്രവും 4 പേപ്പറും കയ്യിൽ വെച്ച 4 മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്ന വിടുവായുധത്തിന് ഓരോന്നും മറുപടി പറഞ്ഞ് സമയം കളയുന്നില്ല. കോടതിയിൽ കണ്ടിപ്പാക്കലാം. ഇവരോട്, അതായത് മുഹമ്മദ് ഷമാസിനെ പോലെ, ഇപ്പം ഷമാസാണല്ലോ പുറത്ത് വിട്ടിരിക്കുന്നത്, മറുപടി പറഞ്ഞ് സമയം കളയാൻ ആളെന്തായാലും തയ്യാറല്ല. കോടതിയിൽ പാക്കലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോടതിയിലേക്ക് എത്രയും പെട്ടെന്ന് പോട്ടെ. അതായത് എനിക്കിതിലൊരു കാര്യം പറയാനുണ്ട്. ഇവർ വീണ്ടും പടുകുഴിയിലേക്ക് ഇവർ പോകും. കാര്യം ഇവർ പടുകുഴിയിലേക്ക് പോകുന്നതിന് ഫസ്റ്റ് ഇവരുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ ഇരുത്തിക്കൊണ്ട് ഓരോ ഫയലിനുള്ളിലും ഓരോ ജീവിതമുണ്ട് എന്ന് പിണറായി വിജയനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞവർ തുടങ്ങിയതാണ്.
വീണ്ടും 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 ആ പേര് പറഞ്ഞു പിണറായി വിജയനിലേക്ക് തന്നെ പോണോ, ഹീറോ എന്ന് പറയുന്നത് വീണ്ടും 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 പോകുന്നു. അപ്പോൾ ഇവർ വീണ്ടും 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 കുഴിയിലേക്ക് പോകും എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. വീണ്ടും 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 ഇവർ പരാജയപ്പെടും എന്നുള്ളതിന്റെ തെളിവാണെന്ന് ഇവിടെ നമ്മൾ ഉറപ്പിച്ച് പറയുന്നു. ഞാൻ ഐശ്വര്യ പറയുന്നു, അവർ വീണ്ടും വീണ്ടും ഉറപ്പായിട്ട് താഴെ പോകും. പിന്നെ ഒന്നുകൂടെ ഇതിനകത്തുണ്ട്, അല്ലയോ പിണറായി, ഞാൻ തെറ്റുകാരനാണെങ്കിൽ എന്നെ രക്ഷിക്കണം എന്നുകൂടെ ഒരു 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 എന്താ പറയുക അഭ്യർത്ഥന കൂടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് എന്നുകൂടെയുണ്ട്. അതുകൂടെ നമുക്ക് കൂട്ടി വായിക്കാം. കാര്യം അവര് ആദ്യം ആ മനുഷ്യനെ ഇരുത്തിക്കൊണ്ട് മനസ്സ് നോകത്തക്ക രീതിയിൽ സംസാരിച്ചതും പിണറായിയുടെ ഉദ്ധരണികൾ പറഞ്ഞുകൊണ്ടായിരുന്നു. ഇപ്പൊ രണ്ടാമതും എൻ്റെ ഹീറോ പിണറായി എന്ന് പറയുന്നു. അപ്പോഴും അതിൽ അന്ന് പറഞ്ഞ് ഇപ്പൊ വീണ്ടും പറഞ്ഞ് നിരവധി പറഞ്ഞു. അതിനുശേഷം അവർക്ക് താഴ്ചയെ ഉണ്ടായിട്ടുള്ളൂ. അവരിങ്ങനെ അടിക്കടി ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവരിങ്ങനെ അടിക്കടി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത് താഴെന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പോസ്റ്റിലൂടെ അല്ലയോ പിണറായി സഖാവേ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഹീറോ എന്നൊക്കെ പറഞ്ഞല്ലേ, എന്നെ അങ്ങ് കൈയൊഴിയല്ലേ എന്ന് കൂടെയുണ്ട്. അങ്ങനെ കൈയൊഴിയല്ലേ എന്ന് പറയുമ്പോൾ ആ വ്യംഗ്യാർത്ഥം പറയുമ്പോഴേ ഭരണമുള്ളത് വരെയേ ഇത്തരം കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് ശ്രീമതി പി പി ദിവ്യയോട് നമുക്ക് അല്ലെങ്കിൽ കേരള സമൂഹത്തിന് ഭരണമുള്ളപ്പോൾ മാത്രം നിങ്ങൾ കണ്ണൂർ സഖാക്കൾ, അതിൽ ഐശ്വര്യ ഒരു സംഗതി കൂടെ പറയാം. എൻ്റെ പരിമിതമായ അറിവിൽ CPM എന്ന് പറയുന്ന പാർട്ടി എപ്പോഴൊക്കെ ഭരണത്തിൽ വന്നിട്ടുണ്ടോ, അത് VSന്റെ ഭരണം, VS മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അതിനുശേഷം ആരൊക്കെ ആയിരുന്നപ്പോഴും എൻ്റെ ഒരു പരിമിതമായ അറിവ് ഞാൻ പറയുക, ഈ പാർട്ടിയുടെ ഭരണം എപ്പോഴും നശിക്കുന്നത് കണ്ണൂർ പൊളിറ്റിക്സിനെ സംരക്ഷിക്കാനായി ഈ പാർട്ടി ഇറങ്ങുമ്പോഴെല്ലാം ഈ പാർട്ടി തീർന്ന് തരിപ്പണമാകും. ഈ CPM എന്ന് പറയുന്നത് കണ്ണൂരുള്ള CPM ആണ്, ഇന്ത്യയിലെ ആകെ CPM എന്ന് അറിയുന്നത്. ഈ തെക്കോട്ടുള്ള CPM-മാരൊന്നും അവരുടെ മുന്നിൽ CPM-മാരല്ല. കാര്യം അവർ കൊലപാതകം ചെയ്യുന്നില്ല, അവരിതുപോലത്തെ സംഗതികൾ ചെയ്യുന്നില്ല, അവരിതുപോലത്തെ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അതുകൊണ്ട് CPM-മാരല്ല. അപ്പോൾ കണ്ണൂരിലുള്ള CPM-ന് വേണ്ടി ഈ പാർട്ടി ബ്ലോക്കായിട്ട് ഓരോന്ന് ചെയ്യാൻ പോകും. മൂടടങ്ങി വീഴും. അതായത് എന്തെല്ലാം ചെയ്യുന്നറിയും. ഈ 10 കൊല്ലം കൊണ്ട് ഊരാളുങ്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അവരുടെ തന്നെ സ്വന്തം ഈ കാശ് ഊരാളുങ്കലിൻ്റെ വർക്കെല്ലാം കൊടുക്കുന്നതെല്ലാം നേരെ പോണ നേതാക്കളെ പോക്കറ്റില്ല. ഇനി അടുത്ത ദിനേശ് ബീഡി കമ്പനിക്ക്, ആ ദിനേശ് ബീഡി എന്ന് പറഞ്ഞാൽ പണ്ട് ബീഡി കമ്പനി ആയിരുന്നു. ആ ബീഡി കമ്പനിയിൽ നിന്ന് എന്തെല്ലാം ചെയ്യുന്നു, സോഫ്റ്റ്വെയർ വരെ ഡെവലപ്പ് ചെയ്യുകയാണ്. അടുത്ത സർക്കാരിൻ്റെ പകുതി മുക്കാൽ കാശും പോകുന്നത് ഇവർക്കെല്ലാമാണ്. അപ്പോൾ ഭരണമുള്ളപ്പോഴെല്ലാം ഇതാണ് ഇവരുടെ കാര്യം. രക്ഷപ്പെടുകയാണെങ്കിൽ ഈ പോക്കറ്റ് ചെല്ലുന്നത് ഭരണമില്ലാത്ത അടുത്ത 5 കൊല്ലം ഇവർക്കെല്ലാം ജീവിക്കാനുള്ള അവിടുന്ന് കിട്ടിക്കോളും. ഇവിടുന്ന് പറഞ്ഞ ഈ ഊരാളുങ്കലിൽ നിന്നും കിട്ടിക്കോളും, ദിനേശ് ബീഡി കമ്പനിയിൽ നിന്ന് കിട്ടിക്കോളും, എവിടെയെല്ലാം വർക്ക് കൊടുത്തോ അവിടെ നിന്നെല്ലാം കിട്ടിക്കോളും. അതാണ് ഇവിടെ നമ്മുടെ സാറൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ കമ്മീഷൻ മതി, കമ്മീഷൻ മതി, കമ്മീഷൻ മതി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് രമേശ് ചെന്നിത്തല അവരെ ചോദിക്കുന്നു. ഇതിപ്പം ഈ ചർച്ചയുടെ അവസാനത്തിൽ ഒരു വാക്കുകൂടെ ഞാൻ പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ പി ദിവ്യയിൽ തുടങ്ങിയെങ്കിൽ ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഇത് ചിലപ്പോൾ മൂന്നാമതൊരു തവണ കൂടെ വന്നാൽ തന്നെയും ബംഗാളിൽ നന്ദിഗ്രാമിൽ സംഭവിച്ചതുപോലെ CPM-ന് പാലക്കാട് ഈ ഡിസ്റ്റിലറി കമ്പനി തുടങ്ങുന്നതിലൂടെ കേരളം കാണും, മറ്റൊരു നന്ദിഗ്രാമമായി മാറുമോ എന്നൊരു പേടി ഇവിടുത്തെ സാധാരണ ജനത്തിലുണ്ട്. അതൊരു വേറൊരു വിഷയമാണ്, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോൾ അവരൊക്കെ തന്നെ ഈ പിണറായി വിജയൻ താൻ കുഴിച്ച കുഴിയിലേക്ക് വീഴും. അതുപോലെ പി ദിവ്യ താൻ കുഴിച്ച കുഴിയിലേക്ക് തന്നെയാണ് വീണുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പോസ്റ്റ് ഇട്ടുകൊണ്ടൊന്നും ജനത്തിൽ സാധാരണക്കാർ ജനത്തിൽ കണ്ടിപ്പാ പാക്കല എന്ന് പറഞ്ഞാൽ ഈ പയ്യനൊന്നും അങ്ങനെ പേടിയൊന്നും ഇല്ലെന്നേ. ആ ചെറുപ്പക്കാർ പൊങ്ങി വരും. അവരൊക്കെ നിങ്ങളൊക്കെ SFIയിലൂടെ വളർന്ന് നിങ്ങൾ ചിലപ്പോൾ ജില്ലയിലല്ലേ, പി ദിവ്യ ചിലപ്പോൾ ജില്ലയിലെ നേതാവായിരിക്കും, ഇത് സംസ്ഥാനത്തിലെ വൈസ് പ്രസിഡന്റ്, അവർക്കെന്ത് നേതാവായിക്കൂടെ, അവരും വളർന്ന് വരും. നിങ്ങൾക്ക് പുച്ഛം വന്നാൽ നിങ്ങളുടെ കയ്യിരിക്കും പുച്ഛം, അത്രയേ ഉള്ളൂ. ആ പുച്ഛമൊക്കെ പോക്കറ്റ് മടക്കി ഇടാനേ നിവൃത്തി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇനിയും ഷമാസ് തീർച്ചയായിട്ടും ഇനിയും ഷമാസിന് മറുപടി കൊടുക്കില്ല എന്ന് പറഞ്ഞത് തന്നെ ആലോചിക്കാനുള്ള ഒരു ഗ്യാപ്പാണ് കാണിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും ഷമാസിന്റെ കയ്യിൽ പി ദിവ്യയുടെ രേഖകൾ ഇനിയും വരും. അത് എത്തിച്ചു കൊടുക്കുന്നത് കണ്ണൂരത്തെ CPM-മാർ തന്നെ ആയിരിക്കും. ഒരുവേള ആ എത്തിച്ചു കൊടുക്കുന്നത് പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഉണ്ടാകാം, ഇതിനകത്ത് നിന്നുകൊണ്ട് പി ദിവ്യക്കിട്ട് പണിയുന്നവരുമാകാം. ആരായാലും പുറത്തു വന്ന രേഖകളുടെ പുറത്തു വന്ന രേഖ ഒരു ചെറിയ സംഭവം മാത്രമായിരിക്കും, ഇനിയും ഉണ്ടാകും. അപ്പോഴെല്ലാം അത് നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യാം. അത്രയേ ഉള്ളൂ. നമുക്ക് കാണാം, കേരള സമൂഹത്തിന് കാണാം. കാരണം നമ്മൾ ഞെട്ടുക തന്നെ ചെയ്യും. ആ ഞെട്ടല് അതാണ് ഈ പറയുന്ന പോലെ ആ രേഖകളെല്ലാം കിട്ടിയതിനെയാണ് നവീൻ ബാബു കളക്ടറോട് പറഞ്ഞത്, ഞാൻ എൻ്റെ കയ്യിൽ കിട്ടി, അത് ഞാൻ ഈ സഖാക്കളോടൊക്കെ പറഞ്ഞു എന്നൊരു അബദ്ധം എനിക്ക് പറ്റിയെന്ന് അയാൾ പറഞ്ഞത്. അല്ലാതെ ഞാൻ കൈക്കൂലി വാങ്ങിയെന്നല്ല പറഞ്ഞത്. ഏതായാലും എത്ര തന്നെ ക്രിയേറ്റഡ് ഡ്രാമകൾ കളിച്ചാലും
ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വീഴ്ചകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പൊളിയുക തന്നെ ചെയ്യും ഉറപ്പായിട്ടും.